ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ 800 മില്യൺ ഡൗൺലോഡ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കോയിൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗെയിമിനെക്കുറിച്ച് സർവേ ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾ സെറ്റാക്കുക ഗൈസ്. അപ്പോൾ വേറെ എന്താണ് നമുക്ക് വന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പാക്കിലേക്ക് പോകാം. പാക്കിനകത്തേക്ക് പോവുകയാണെങ്കിൽ പുതിയൊരു ഷോർട്ട് ടൈം കാർഡ് അവർ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സ് എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ഗാവി ഉണ്ട്, അതുപോലെ തന്നെ വാൽക്കറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ഷോർട്ട് ടൈം പാക്ക് തന്നെയാണ്. പക്ഷേ ഞാൻ കറക്കുന്നില്ല ഗൈസ്, കോയിനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കറക്കിയിട്ടൊക്കെ ആരെങ്കിലും കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ പ്ലെയർ ഓഫ് ദിക്ക് നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദിക്കിൽ നമ്മുടെ പാൽമറുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ AC മിലാൻ്റെ ഗോൾ കീപ്പറുണ്ട്. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് വലിയ ടാർഗറ്റ് ഇതിനകത്ത് പറയാനില്ല ഗൈസ്. ആ ഗോൾ കീപ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാൽമറിനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വേറെ പാക്കിനകത്ത് പുതിയ വേറൊരു പാക്കൊന്നും വന്നിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഒബ്ജക്റ്റീവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, 800 മില്യൺ ഡൗൺലോഡ് ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് GPയും കോയിൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 400 കോയിൻ എന്തോ കിട്ടും. 100 കോയിൻ ലോഗിൻ ബോൺസ് ആയിട്ടും പിന്നെ ഇതിനകത്തുണ്ട് ഗൈസ്. നമ്മുടെ ഒബ്ജക്റ്റീവിനകത്ത് 200 കോയിൻ എന്തോ ഇപ്പോൾ ആഡാക്കിയിട്ടുണ്ട്. ഒരു 100 കോയിൻ പിന്നെ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവിലും പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ മാച്ചാണ്. ഏതൊക്കെ മാച്ച് വന്നിട്ടുണ്ട്, എത്ര കോയിൻ ഇവൻ്റ് വന്നിട്ടുണ്ടെന്ന് അറിയില്ല, എന്തായാലും നോക്കട്ടെ. ഓക്കെ, മാച്ചിനകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇതെന്ത് മാച്ചാണ് ഈ ഇത് നല്ല കളർഫുള്ളാണല്ലോ. ഇതിനകത്ത് എന്താണ്? ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. GPയും ട്രെയിനേഴ്സും സ്കിൽ ടോക്കണൊക്കെയാണ്. ഇതിനകത്ത് എന്താണ്? ഇതിനകത്തും അതേ സെയിം സാധനം തന്നെയാണ്. ഓക്കെ, ഇതിനകത്താണ് ഈ നമ്മുടെ ഫ്രീ സ്പിന്നുള്ളത്, പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ. അപ്പോൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് നമ്മുടെ ഓൺലൈൻ മാച്ച്, നമ്മുടെ കോയിൻ ഇവൻ്റ് എത്ര വന്നിട്ടുണ്ട്? ഒരു കോയിൻ ഇവൻ്റ് ഉള്ളൂ ഗൈസ്, ഒരു കോയിൻ ഇവൻ്റേ ഉള്ളൂ. 50 ക്ലബ് കോയിൻ തന്നെ ആയിരിക്കാം. ഓക്കെ ഗൈസ്, 50 ക്ലബ് കോയിനാണ്. അപ്പോൾ നമുക്ക് 50 ക്ലബ് കോയിൻ അങ്ങനെയും കിട്ടും. അപ്പോൾ അത്യാവശ്യം കോയിൻ സെറ്റാക്കാവുന്നൊരു രീതിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എന്തായാലും നമുക്ക് ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് സ്പിൻ ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും കളിച്ച് പ്ലെയർ ഓഫ് വീക്കിൻ്റെ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. പ്ലെയർ ഓഫ് വീക്കിൻ്റെ ഫ്രീ സ്പിൻ മാത്രമല്ല, നമുക്ക് ഇന്നൊരു ഡ്രോബേയുടെ ആ പാക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രോബേനെ എനിക്കിതൊരു അടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ കിട്ടുമല്ലോ എന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഡ്രോപ്പയുടെ പാക്ക് അവിടെ. ഓക്കെ, ഇതാണ് ഡ്രോപ്പയുടെ പാക്ക്. ഓക്കെ, ഇതെന്തായാലും നമുക്ക് എടുക്കാം. ചുമ്മാ നമുക്ക് ആരെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്ത് കറക്കി നോക്കാം ഗൈസ്. എനിക്ക് പറയാൻ പറ്റില്ല, എങ്ങാനും അടിച്ചാലാ. ഓക്കെ, 50 പ്ലേയേഴ്സേ ഉള്ളൂ, അൺലിമിറ്റഡ് ആണ് ഗൈസ്. ഇത് ചിലപ്പോൾ നമുക്ക് കിട്ടിയ പ്ലേയേഴ്സിനെ തന്നെ ചിലപ്പോൾ കിട്ടും. എനിക്കിതിനകത്ത് ഒരു പ്ലെയറിനെ കിട്ടിയതാണ്, മറ്റേ CMFനെ കിട്ടിയതാണ് എനിക്ക്. ഈ ചെങ്ങായിനെ എനിക്ക് കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ മിക്കവാറും അവനെ തന്നെ വീണ്ടും തരുമെന്നറിയില്ല. എന്തായാലും നമുക്ക് എല്ലാവരും ടാപ്പൊക്കെ ചെയ്ത് നമുക്ക് കറക്കി നോക്കാം. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡ്രോബേനെ കിട്ടും. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഡ്രോബേനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കളിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ടോറസിന് എടുത്തായിരുന്നു 500 കോയിൻ കൊടുത്ത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 132 കോയിനുള്ളൂ. പിന്നെ വന്നേക്കുന്ന ഒബ്ജക്റ്റീവിൽ നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കോയിൻ സെറ്റ് ആക്കണം. കോയിൻ പിന്നെ കൂട്ടി വെച്ച് സേവ് ചെയ്ത് എന്തായാലും നെയ്മറിൻ്റെയോ മെസ്സിയുടെ പാക്ക് മേടിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ കൊടുക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഡ്രോബയുടെ പാക്കിൽ ഫ്രീ സ്പിന്നാണ് ഗൈസ്. എന്തെങ്കിലും കിട്ടുമോ? കൊലാമി പ്ലീസ്. എപ്പിക് ഇല്ല ഗൈസ്, ഒന്നുമില്ല. വെള്ള കളറാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബേസ് കാർഡായിരിക്കാം. ഇല്ല ഗൈസ്, നടുക്കയുടെ വര പോകുന്നുണ്ട്. ഇത് എപ്പിക്കാ? അല്ല ഗൈസ്, എപ്പിക്കല്ല. എടാ, വീണ്ടും എനിക്ക് ഫ്യൂച്ചർ കാർഡ് കിട്ടി. ആ നടുക്കയുടെ വര പോയാൽ ഒന്നില്ലെങ്കിൽ അത് എപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ കാർഡായിരിക്കും ഗൈസ്. നമുക്ക് ആ ഗോൾ കീപ്പറിനെ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഗോൾ കീപ്പർ. നോക്കാം എന്തായാലും.
ഓക്കെ, ഇനി നമ്മുടെ മെയിനായിട്ട് പ്ലെയർ ഓഫ് ദി വീക്കാണ്. ഈ പ്ലെയർ ഓഫ് ദി വീക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ടാർഗറ്റ് അങ്ങനെ വലിയ ടാർഗറ്റൊന്നും ഇല്ല കേസ്. എനിക്ക് ഇവൻ കൊള്ളാവോ, ടിംബർ കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുള്ളീനെ കിട്ടിയാൽ കുഴപ്പമില്ല. പിന്നെ ഈ ഗോൾ കീപ്പർ ഗൈസ്, ഇവനാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ കിട്ടുമല്ലോന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ പാൽമറിനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കണക്കാണ് ഗൈസ്. കാരണം എൻ്റെ കയ്യിൽ 3 കാർഡെങ്ങാണ്ടുണ്ട് പാൽമറിൻ്റെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാരാ കിട്ടണമെന്നൊക്കെ എന്തായാലും നോക്കാം. എൻ്റെ മനസ്സ് പറയുന്നത് മിക്കവാറും പാൽമർ ആയിരിക്കും ഗൈസ്. കാരണം എനിക്ക് എന്തോ പാൽമർ ശാപം എന്തോ ഉണ്ടോ ഗൈസ്, എന്താണെന്നറിയില്ല. ഓക്കെ, എന്തായാലും ഫ്രീ സ്പിൻ നോക്കാം നമുക്ക്. ഹെർവിഗോ ഇതാരാന്ന് നോക്കാം എന്തായാലും. ആരാണ് ഓക്കെ ഗൈസ്, ഉള്ളിൽ പച്ച കളറൊന്നും ഇല്ല. ഏതെങ്കിലും ഷൊട്ട പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതാരാണ് ഗൈസ്, ആരാണ്? ഇംഗ്ലീഷ് ലീഗാണ്. എടാ പാൽമറോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പാൽമറിനെ വിട്ട് ഒരു കളിയില്ല. എന്തോ ഒരു പാൽമർ ശാപമുണ്ട് ഗൈസ് എനിക്ക്. കാരണം ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിലുള്ള കാർഡ്സ് ഞാൻ കാണിച്ചു തരാം. പാൽമറിന് എത്രാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടണമെന്ന് അറിയുമോ? ഞാൻ കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പ്ലെയർ ഓഫ് ദി വീക്കിൽ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയ സീസണിന് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച വരാൻ ചാൻസൊക്കെ ഉണ്ട്. പുതിയ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കളറാവുമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. ഓക്കെ പൊസിഷൻ AMF അല്ലേ? ഓക്കെ AMF എവിടെ? ഓക്കെ AMF എവിടെ? ഓക്കെ ആ ഗൈസ്, ഇത് നോക്ക് ഗൈസ്, ഇത് നോക്കണം നിങ്ങൾ. ഇതാണ് എനിക്ക് ഇപ്പം കിട്ടിയ പാൽമർ. പിന്നെ അടുത്ത പാൽമർ. അങ്ങനെ ഇപ്പോൾ 2 പാൽമറായി. പിന്നെ ലാപ്പിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ സാധനം എപ്പിക്ക് തരാണ്ടാവുമ്പോൾ എനിക്ക് തന്ന കാർഡാണ് പാൽമറിൻ്റെ. അങ്ങനെ 3 എണ്ണമായി. പിന്നെ അടുത്ത പാൽമർ. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്തോ ഒരു പാൽമർ ശാപമുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ഗൈസ്, ബൈ.